നമസ്കാരം. കർത്താവിന് സ്തുതി. കുവൈറ്റിലെ എൻ്റെ ജീസസ് യൂത്ത് കുടുംബാംഗങ്ങളെ, കുവൈറ്റ് ജീസസ് യൂത്ത് ജൂബിലി ആഘോഷിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നത് വലിയ അനുഗ്രഹമായി ഞാൻ കാണുന്നു. ഏറെ സന്തോഷത്തോടുകൂടി ഞാൻ പറയട്ടെ, കുവൈറ്റിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ജീസസ് യൂത്ത് പ്രോഗ്രാമുകൾക്കായി സന്ദർശിക്കാനിടയായ നല്ല ഓർമ്മകൾ എനിക്കുണ്ട്. കുവൈറ്റിൻ്റെ ജീസസ് യൂത്ത് സീനിയർ ലീഡേഴ്സ്, പ്രത്യേകിച്ച് ആദ്യകാലം മുതൽ തുടക്കക്കാരായ സീനിയർ ലീഡേഴ്സ് മുതൽ ഇന്നുവരെയുള്ള ജീസസ് യൂത്ത് ലീഡർഷിപ്പുമായിട്ടുള്ള വ്യക്തിബന്ധത്തെ ഏറെ സന്തോഷത്തോടെ ഞാൻ ഓർക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ജൂബിലി നമുക്കെല്ലാവർക്കും വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ സമയമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എനിക്കുണ്ടായ ഒരു അനുഭവം പങ്കുവയ്ക്കട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് ഞാനും കേരളത്തിലെ ജീസസ് യൂത്തിലെ സീനിയർ ലീഡറായ ചാക്കോച്ചൻ ചേട്ടനും ഞാനും ഒരുമിച്ച് കേരളത്തിലെ സീനിയർ ജീസസ് യൂത്തുകാരുടെ വീടുകൾ സന്ദർശിക്കുന്ന ഒരു സമയത്ത് കോട്ടയത്തൊരു വീട്ടിലെത്തി. അന്ന് ഞങ്ങൾ ഒരു ജീസസ് യൂത്തിൽ എന്നേക്കാൾ മുതിർന്ന ഒരു ചേച്ചിയുടെ വീട്ടിലാണ് ഞങ്ങൾ കോട്ടയത്ത് എത്തിയത്. ആ ചേച്ചി ജീസസ് യൂത്തിന് കേരളത്തിലെ ആലപ്പുഴ സോണിൽ ജീസസ് യൂത്തിൽ വളരെ സജീവമായിരുന്നു. ചാക്കോച്ചനൊക്കെ ആ തുടക്ക നാളുകളിൽ തന്നെ വളരെ സജീവമായി ഉണ്ടായിരുന്ന ഒരു ചേച്ചിയാണ്. ഞങ്ങൾ ആ വീട്ടിലോട്ട് ചെന്നപ്പോൾ ചേച്ചി ചാക്കോച്ചനെ കണ്ടപ്പോഴേ ചേച്ചിയുടെ മുഖത്ത് അത്യന്തമായ ഒരു സന്തോഷം. ചേച്ചി എന്തുമാത്രം സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളെ സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാനൊരു ജീസസ് യൂത്താണെന്ന് അറിഞ്ഞപ്പോൾ എന്നോടും ചേച്ചി അല്പം പോലും കുറയ്ക്കാത്ത വലിയൊരു ആനന്ദത്തോടെ, സന്തോഷത്തോടെ, ഊഷ്മളതയോടെയാണ് എന്നെ ആ വീട്ടിലേക്ക് സ്വീകരിച്ചത്. ചേച്ചി കുറച്ച് നാളുകളായിട്ട് ജീസസ് യൂത്തുമായിട്ട് ബന്ധമില്ല. കാരണം ചേച്ചിയെ വിവാഹം കഴിച്ചെത്തിച്ചിട്ടുള്ള വീട്ടിലെ അമ്മച്ചി, ഭർത്താവിൻ്റെ അമ്മ, ആ അമ്മച്ചി തളർന്ന് കട്ടിലിൽ കിടപ്പാണ്. അതുകൊണ്ട് തന്നെ ചേച്ചിക്ക് പുറത്തൊന്നും പോകാൻ പറ്റൂല, ഒരു പ്രോഗ്രാമുകൾക്കും പോകാൻ പറ്റൂല. കുർബാനയ്ക്ക് പോലും അവർ പോകുന്നത് ടേൺ എടുത്താണ്. പക്ഷെ ഞങ്ങൾ ആ വീട്ടിലിരിക്കുമ്പോഴും ചേച്ചിക്ക് ജീസസ് യൂത്തിനെ കുറിച്ച് പറയുന്നൊരു ആവേശം. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് പ്രാർത്ഥിച്ചിറങ്ങാൻ നേരത്ത് ചേച്ചി എന്നോട് പറഞ്ഞു, റൈജു മോനെ, ഒരു പോസ്റ്റ് കാർഡിൽ നിങ്ങൾ എൻ്റെ അഡ്രസ്സ് എടുത്തിട്ടൊരു പോസ്റ്റ് കാർഡിൽ ജീസസ് യൂത്തിൻ്റെ പ്രാർത്ഥന ആവശ്യങ്ങളും പ്രോഗ്രാമുകളൊക്കെ ഒന്ന് എഴുതി അറിയിക്കുക. ഞാൻ പ്രാർത്ഥിക്കാം, അങ്ങനെ എനിക്ക് ജീസസ് യൂത്തിൻ്റെ ഭാഗമായി തുടരാലോ, എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ. ആ ചേച്ചിയുടെ വാക്കുകളിലെ ആ ഒരു തീഷ്ണത, ആ യഥാർത്ഥമായി ജീസസ് യൂത്തിനുള്ള പ്രതിബദ്ധത എന്നെ ഇന്നും വെല്ലുവിളിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് വീണ്ടും ചേർന്നിരിക്കാനുള്ള ആ ഒരു കൊതിയാണ് ചേച്ചിയുടെ ആ വാക്കുകൾ, ജീസസ് യൂത്തിനോട് ചേർന്നിരിക്കാനുള്ള. രണ്ടാമത്തെ ഒരു ഇൻസിഡൻറ്റ്, ഞാൻ കോവിഡ് വന്ന് ഹോസ്പിറ്റലൈസ്ഡായ സമയത്ത് ഒരു 16 ദിവസം ആശുപത്രിയിൽ ഒരു ഐസൊലേറ്റഡ് റൂമിലായിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി സമയമുണ്ടായിരുന്നു പ്രാർത്ഥിക്കാനും തീർച്ചയായിട്ടും ധ്യാനിക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ആ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ജീസസ് യൂത്തിലെ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള എനിക്ക് വർഷങ്ങളായി പരിചയമുള്ള എന്നാൽ അടുത്ത കാലത്ത് ഞാൻ ബന്ധപ്പെടാതിരുന്ന കുറേ ആളുകളുടെ പേരുകൾ ഓർമ്മപ്പെടുത്തി. അപ്പോൾ ഞാൻ അവരെല്ലാം ഒന്ന് ഫോണിൽ വിളിച്ചു. അപ്പോൾ ഫോണിൽ വിളിക്കുന്ന സമയത്ത് എൻ്റെ ഫോൺ എടുത്തിട്ട് ഞാനന്ന് അറിയുമ്പോൾ എന്തുമാത്രം സന്തോഷത്തോടു കൂടിയാണ് അവർ സംസാരിക്കുന്നത്. അത് റൈജുവിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ടല്ല, മറിച്ച് ഒരു ജീസസ് യൂത്തുകാരനോട് രണ്ട് ജീസസ് യൂത്തുകാർ തമ്മിൽ ഒന്ന് റീകണക്ട് ചെയ്യുന്നതിൻ്റെ ഒരു ആനന്ദമാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് ധാരാളം സമയമുണ്ട്, കാരണം ആശുപത്രിയിൽ തന്നെയാണ്, സന്ദർശകരില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, എന്തെങ്കിലും പ്രാർത്ഥന ആവശ്യങ്ങളുണ്ടോ? എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇങ്ങനെ ദൈവം കാണിച്ചു തന്ന പേര് എല്ലാവരും തന്നെ വ്യക്തിപരമായി വളരെ പ്രധാനപ്പെട്ട ചില പ്രാർത്ഥന ആവശ്യങ്ങൾ ഉള്ള ഒരു സമയത്താണ് ഈ ഫോൺ വിളി ചെന്നതെന്നാണ്. മൂന്നാമത്തെ ഒരു ഇൻസിഡൻറ്റ്, എന്നോടൊപ്പം എൻ്റെ സോണിൽ വർഷങ്ങളോളം ജീസസ് യൂത്തിൽ സജീവമായി നടന്നിരുന്ന ആ സതീർത്ഥരായ ചില ജീസസ് യൂത്ത് ലീഡേഴ്സ് ഒരുമിച്ച് കുറേ കാലങ്ങൾക്ക് ശേഷം ഞങ്ങളൊന്ന് ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കാനിടയായി. ഒരുമിച്ച് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഉള്ളിൽ അനുഭവിച്ച ഒരു ആനന്ദം, ഞങ്ങൾ അനുഭവിച്ചൊരു കൃപയുടെ സമൃദ്ധി, ഒരു വല്ലാത്ത പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം ഉണ്ടാകുന്നത് പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. കാരണം ആ ഒരു റീകണക്റ്റിംഗ് മൊമെന്റ് ദൈവം എന്തുമാത്രം അനുഗ്രഹിക്കുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലായത്. ഞാൻ ഈ 3 ഇൻസിഡൻറ്റും പറയുമ്പോഴും ഞാനിത് ഇപ്പോൾ പറയാനുള്ള സാഹചര്യം, ജീസസ് യൂത്ത് കുവൈറ്റിൻ്റെ ജൂബിലി കോണ്ടെക്സ്റ്റ് ഇതൊരു റീകണക്റ്റിങ്ങിനുള്ള അവസരമാകണം. വ്യത്യസ്തങ്ങളായ വിധത്തിൽ റീകണക്ട് ചെയ്തുകൊണ്ട് കൃപയുടെ ഒരു ഒഴുക്ക് സമൃദ്ധി സ്വീകരിക്കുന്നതിനുള്ള ഒരു അവസരമായി ഈ ജൂബിലി മാറ്റണം എന്നുള്ളതാണ് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന. 4 തരത്തിലുള്ള റീകണക്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒന്നാമത്തെ റീകണക്റ്റിംഗ് നമ്മുടെ ത്രിത്വിക ദൈവവുമായിട്ടുള്ള ഒരു റീകണക്റ്റിംഗ് ആണ്. റീകണക്ട് വിത്ത് ദ ട്രിനിറ്റേറിയൻ ഗാഡ്. തീർച്ചയായിട്ടും പിതാവായ ദൈവം നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും വഴി നടത്തുകയും പോറ്റുകയെല്ലാം ചെയ്യുന്ന ആ പിതാവായ ദൈവവുമായിട്ടുള്ള ഒരു റീകണക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. യേശുവിനെ കർത്താവ് നാഥനുമായി സ്വീകരിച്ചെടുത്ത് തുടങ്ങിയതാണ് നമ്മുടെ ഈ യാത്ര. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം അടിസ്ഥാനം. അപ്പോൾ ഈശോയെ ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തിൻ്റെ കർത്താവും നാഥനും, അത് വെറുതെ ജീവിതത്തിൻ്റെ കർത്താവും നാഥനുമല്ല,
എല്ലാ മേഖലകളുടെയും കർത്താവ് നാഥനുമായിട്ട് ഈശോയെ സ്വീകരിക്കാനുള്ളൊരു അവസരമാണ്. അപ്പോൾ കർത്താവുമായിട്ട് നമുക്ക്, ഈശോയുമായിട്ട് നമുക്കൊന്ന് റീകണക്ട് ചെയ്യാനും കർത്താവിനെ യേശുവിനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളുടെയും കർത്താവ് നാഥനുമായിട്ട് ഒരിക്കൽ കൂടി സ്വീകരിക്കാനുള്ളൊരു അവസരമായി നമുക്ക് ഈ ജൂബിലി ഉപയോഗിക്കാം. മൂന്നാമത് തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ജീസസ് യൂത്ത് മുന്നേറ്റം പരിശുദ്ധാത്മാവിനാൽ രൂപീകൃതമാണ്. ഈ ജീസസ് യൂത്ത് ജീവിതയാത്രയുടെ ഏറ്റവും സന്തോഷമുള്ള കാര്യം ഇത് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതമാണെന്നുള്ളതാണ്. നമുക്ക് പരിശുദ്ധാത്മാവിനോട് റീകണക്ട് ചെയ്യാൻ, പരിശുദ്ധാത്മാവിനോട് ഒന്നാകാൻ ഉള്ള ഒരു അവസരമായി ഈ ജൂബിലിയെ നമുക്ക് ഉപയോഗിക്കാം. രണ്ടാമത്തെ റീകണക്ട് എന്ന് പറയുന്നത് സഭയുമായിട്ടാണ്. ഇത് പരിശുദ്ധാത്മാവിനാൽ സഭയ്ക്ക് വേണ്ടി സഭയിൽ രൂപീകൃതമായ ഒരു മുന്നേറ്റമാണ് ജീസസ് യൂത്ത്. തീർച്ചയായിട്ടും സഭയുടെ ഭാഗമാണ് നമ്മൾ. എങ്കിലും നമുക്ക് ഒന്നുകൂടി അതൊന്ന് റിവ്യൂ ചെയ്യാം, ഒന്നുകൂടി ഒന്ന് പുനഃപരിശോധിക്കാം. ജീസസ് യൂത്തിൻ്റെ ഓരോ പ്രവർത്തന മേഖലയും സഭയോട് ചേർന്ന് സഭയുടെ ഹൃദയസ്ഥാനത്ത് സ്ഥാനം പിടിക്കുന്ന ഒന്നാണെന്ന് നമുക്ക് ഉറപ്പാക്കാം. പ്രത്യേകിച്ച് കുവൈറ്റിലെ കത്തോലിക്ക സഭയോട് ചേർന്ന് ജീസസ് യൂത്ത് പ്രവർത്തനങ്ങളെ കുറച്ചുകൂടെ വേരുറപ്പിക്കാനുള്ള ആ ഒരു ശ്രദ്ധയ്ക്ക്, ആ ഒരു റീകണക്റ്റിംഗ് വിത്ത് ദ ചർച്ച്, അതിനുള്ള ഒരു അവസരമായി നമുക്ക് ഈ ജൂബിലി ഉപയോഗിക്കാം. മൂന്നാമത്തത് ഓരോ ജീസസ് യൂത്തുമായി റീകണക്ട് ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് എന്തുമാത്രം ഒരു സന്തോഷം നൽകുന്ന ഒന്നാണെന്ന് ഞാൻ സൂചിപ്പിച്ച ഉദാഹരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും ഓരോ ജീസസ് യൂത്തുമായി റീകണക്ട് ചെയ്യണം. ഒരുപക്ഷെ മൂവ്മെൻറ്റിൽ വളരെ, പ്രത്യേകിച്ച് കുവൈറ്റിലെ ജീസസ് യൂത്തിലൊക്കെ വളരെ സജീവമായിരുന്ന ആളുകൾ പലവിധ സാഹചര്യങ്ങൾ കൊണ്ട് ഇന്ന് സജീവമായി ഇടപെടാനോ പ്രവർത്തിക്കാനോ പറ്റാതെ കുവൈറ്റിലോ ലോകത്തിൻ്റെ പല ഭാഗത്തോ ഒതുങ്ങി ജീവിക്കുന്ന സാഹചര്യം ഉണ്ടാവാം. അവരിലേക്കെല്ലാം ഇറങ്ങിച്ചെല്ലാൻ, റീകണക്ട് ചെയ്യാനുള്ളൊരു അവസരമായി ജൂബിലി മാറട്ടെ എന്ന് ഞാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ആശംസിക്കുന്നു. അതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത്, ഇതുപോലുള്ള പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിലും ചില പ്രവർത്തന ശൈലികളുള്ള വ്യത്യാസങ്ങളുടെ പേരിലൊക്കെ ചിലപ്പോഴെങ്കിലും അത് കോൺഫ്ലിക്റ്റായി മാറാം, ചിലപ്പോഴെങ്കിലുമൊക്കെ ബന്ധങ്ങളിൽ അത് ഉലച്ചിലുണ്ടാക്കാം. അപ്പോൾ നമുക്കൊന്ന് ശാന്തമാകാം, ഒന്ന് ആലോചിച്ച് നോക്കാം. അത്തരത്തിൽ ഉലച്ചിൽ പറ്റിയ ഏതെങ്കിലും ബന്ധങ്ങളൊക്കെ ജീസസ് യൂത്തിൽ എനിക്ക് ക്രമപ്പെടുത്തേണ്ടതായിട്ടുണ്ടോ എങ്കിൽ എല്ലാ ജീസസ് യൂത്ത് ബന്ധങ്ങളെയും ക്രമപ്പെടുത്താനും ഓരോ ജീസസ് യൂത്തുമായും റീകണക്ട് ചെയ്യാനുള്ള അവസരമായി ഈ ജൂബിലിയെ നമുക്ക് ഉപയോഗിക്കാം. ഏറ്റവും അവസാനം ഈ സമൂഹവുമായി, ചുറ്റുമുള്ള വ്യക്തികളുമായി, അത് നമ്മുടെ കുടുംബാംഗങ്ങൾ മുതൽ, ബന്ധുക്കൾ മുതൽ, അയൽവക്കക്കാർ മുതൽ, സഹപ്രവർത്തകർ മുതൽ, ചുറ്റുപാടുമുള്ള എല്ലാവരുമായി റീകണക്ട് ചെയ്യാനുള്ള അവസരമാകണം. നമ്മുടെ കർത്താവായ ഈശോ നമ്മളെ ഓർമ്മിപ്പിച്ചത് ചുറ്റുമുള്ള സഹോദരങ്ങളെ സ്നേഹിക്കാനാണ്, വെറുതെ സ്നേഹിക്കാനല്ല, അവരിൽ ഈശോയെ കണ്ടുകൊണ്ട് സ്നേഹിക്കാനാണ്. ജീസസ് യൂത്തിൻ്റെ 6ാമത്തെ പില്ലർ, ഓപ്ഷൻ ഫോർ ദ പുവർ, പാവങ്ങളോടുള്ള പക്ഷം ചേരൽ. പാവങ്ങൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പാർപ്പിടമില്ലാത്തവരും, വസ്ത്രമില്ലാത്തവരും, ഭക്ഷണമില്ലാത്തവരും, അനാഥരായവരും മാത്രമല്ല, അവരാണ് പാവങ്ങളുടെ ഏറ്റവും ശക്തമായ മുഖഭാവം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പാവങ്ങളോടുള്ള പക്ഷം ചേരുമെന്ന് പറയുമ്പോൾ ഇവരോടൊപ്പം ആവശ്യക്കാരായിട്ടുള്ള ആരും പാവമാണ്. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള എല്ലാവർക്കും നമ്മെ ആവശ്യമുണ്ട്, നമ്മുടെ സ്നേഹവും സാമീപ്യവും ആവശ്യമുണ്ട്. അതുകൊണ്ട് സമൂഹവുമായി, ചുറ്റുമുള്ള എല്ലാവരുമായും റീകണക്ട് ചെയ്യാനുള്ള അവസരമായി ഈ ജൂബിലി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് റീകണക്ട്, ഇതൊരു വലിയ അവസരമാണ് റീകണക്റ്റിന്. നമുക്ക് ത്രിത്വിക ദൈവവുമായി റീകണക്ട് ചെയ്യാൻ, സഭയുമായി റീകണക്ട് ചെയ്യാൻ, ഓരോ ജീസസ് യൂത്തുമായി റീകണക്ട് ചെയ്യാൻ, നമുക്ക് സമൂഹത്തിൻ്റെ ചുറ്റുമുള്ള ഓരോ വ്യക്തികളുമായി റീകണക്ട് ചെയ്യാൻ ഈ ജൂബിലി ഒരു അവസരമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ജൂബിലിയുടെ വലിയ കൃപയും അനുഗ്രഹവും അതിലൂടെ നമുക്ക് സ്വീകരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.